section, we are discussing about the general types of region. Classification of regions. Regions നമുക്ക് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. ജനറൽ ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. Regions based on physical characteristics, region based on cultural characteristics, regions based on amalgamation of physical and cultural variables. Physical characteristics ബേസ് ചെയ്ത റീജിയനെ ഫിസിക്കൽ റീജിയൻ ആയിട്ടും കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്ത റീജിയനെ കൾച്ചറൽ റീജിയൻ ആയിട്ടും ഈ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള അമാൽഗമേഷൻ ഉള്ള റീജിയൻസും ആയിട്ട് മൂന്ന് തരത്തിലാണ് ഇങ്ങനെ റീജിയൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്താണ് ഫിസിക്കൽ റീജിയൻ എന്ന് നോക്കാം. The physical geographers who explain the natural environment generally deal with single factor formal regions. Many of the earth features do not exist in simple, clearly defined units. They must be arbitrarily and statistically demarcated or regionalized by the application of boundary definition. For example, the rainfall region, the variability of rainfall region, the plant association region, soil regions, etc. must be decided on regional limits, and all such limits are subject to change through time or by the purpose of the regional geographer. These regions and their boundaries change with the passage of time. Physical region. Natural environmentലെ ഏതെങ്കിലും ഒരു സിംഗിൾ ഫാക്ടർ വെച്ച് ഡിഫൈൻ ചെയ്യുന്ന ഫോർമൽ റീജിയൻസ് ആണ് ഫിസിക്കൽ റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി എർത്തിൽ പലതരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ നമുക്ക് മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലേറ്റൂസ് തുടങ്ങിയവയൊക്കെ പറയാം. ഇതൊന്നും തന്നെ ഒരു സിമ്പിൾ ആയിട്ട് ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് കാണപ്പെടുന്ന റീജിയൻസ് ഒന്നുമല്ല. അത് മനഃപൂർവ്വം ആയിട്ടും ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് അതിനെ ഡിമാർക്കേറ്റ് ചെയ്ത് ഇന്നതാണ് അതിന്റെ ബൗണ്ടറി എന്ന രീതിയിൽ വെച്ചേക്കാണ്. ഇപ്പൊ മൗണ്ടൻ അവസാനിക്കുന്നിടത്തൊരു പ്ലെയിൻ തുടങ്ങുമെന്ന് നമുക്കറിയാം. പക്ഷെ അതിന് തമ്മിലുള്ള വേർതിരിക്കുന്ന കൃത്യമായിട്ടൊരു ബൗണ്ടറി ഒന്നുമില്ല. മനുഷ്യൻ തന്നെയാണ് അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടും ആർബിട്രറിലായിട്ടും ഒരു പ്രത്യേകമായിട്ടൊരു ബൗണ്ടറി ഡെഫിനിഷൻ പറയുന്നത്. ഇപ്പോൾ റെയിൻഫോൾ റീജിയൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി ഓഫ് റെയിൻഫോൾ റീജിയൻ, പ്ലാന്റ് അസോസിയേഷൻ റീജിയൻ, വെജിറ്റേഷൻ റീജിയൻ, സോയിൽ റീജിയൻ, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന വരുന്ന റീജിയൻസും ഉണ്ട്. എങ്കിലും ഇന്നതെന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന ഇന്ന ഭാഗത്താണ്, അല്ലെങ്കിൽ റെഡ് സോയിൽ കാണപ്പെടുന്നത് ഇന്ന ഭാഗത്താണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ റെഡ് സോയിലുള്ള ഭാഗത്തും മറ്റ് സോയിൽസ് കാണപ്പെടാറുണ്ട്. പക്ഷെ ഒരു ബൗണ്ടറി എന്ന രീതിയിൽ നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വെച്ചേക്കുന്നു. ഈ ബൗണ്ടറിക്ക് സമയത്തിനനുസരിച്ചും ഓരോ പർപ്പസിനനുസരിച്ചും ഓരോ ജോഗ്രഫറിനനുസരിച്ചും വ്യത്യാസം വരാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കൽ റീജിയൻസ് എന്ന് പറയുന്നത് ലാൻഡ് ഫോം റീജിയൻ, ക്ലൈമാറ്റിക് റീജിയൻ, മാസ് റീജിയൻ, എക്കോസിസ്റ്റം റീജിയൻ തുടങ്ങിയവയാണ്. ഫിസിക്കൽ റീജിയൻ തന്നെ ഒത്തിരി റീജിയൻസ് ഉണ്ട്. അതിൽ കുറച്ച് റീജിയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. First, landform region. The landform regions are classified and demarcated on the basis of structure, relief, configuration, genesis and age. Landforms എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൗണ്ടൻ, പ്ലെയിൻ, പ്ലേറ്റൂസ് ഒക്കെ തുടങ്ങിയവയാണ് ലാൻഡ്ഫോംസ് എന്ന് പറയുന്നത്. ലാൻഡ്ഫോം റീജിയനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്നിന് സ്ട്രക്ചറിന്റെയോ അല്ലെങ്കിൽ റിലീഫിന്റെയോ ജനസിന്റെയോ ഏജിന്റെയോ കോൺഫിഗറേഷന്റെ ഒക്കെ ബേസിസിലാണ്. These regions are independent of human influence and are unaffected by time on the human scale. ഇത് നമ്മുടെ ഒരു മനുഷ്യായുസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെവലപ്മെന്റ് അല്ല ലാൻഡ്ഫോം റീജിയൻസിന്റെ ഡെവലപ്മെന്റ്. മാത്രമല്ല ഹ്യൂമൻ ഇൻഫ്ലുവൻസിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന റീജിയൻസ് ആണ് ലാൻഡ്ഫോം റീജിയൻസ്. Landforms constitute basic naturally defined regions of physical geographic concern. The Himalayan system, the Vindhyan system, the Aravalli system, the Alpine system, the Kashmir Valley, Brahmaputra Valley, plateaus, mountains, humid landform areas, dry landform areas, glacial areas are some of the examples of landform region. ഈ ലാൻഡ്ഫോം റീജിയൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫിയിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നാച്ചുറൽ ഡിഫൈൻ ചെയ്യുന്ന റീജിയൻസ് ആണ് ലാൻഡ്ഫോം റീജിയൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൗണ്ടൻ സിസ്റ്റമായ ഹിമാലയൻ സിസ്റ്റം ഉണ്ട്, വിന്ധ്യൻ സിസ്റ്റം ഉണ്ട്, ആരവല്ലി, പിന്നെ വാലീസ് ആയിട്ടുള്ള ബ്രഹ്മപുത്ര വാലി, കാശ്മീർ വാലി, ലോകത്തുള്ള ബാക്കി പ്ലേറ്റൂസ്, മൗണ്ടൻസ്, ഹ്യൂമിഡ് ലാൻഡ്ഫോംസ്, ഡ്രൈ ലാൻഡ്ഫോംസ്, ഗ്ലേഷ്യൽ ഏരിയാസ് ഒക്കെ തന്നെ ലാൻഡ്ഫോംസ് റീജിയന് എക്സാമ്പിൾ ആണ്. The landform region are the result of internal and external physical forces. They have a close influence on climate, natural vegetation and soil. The basic human activities are also influenced by the landform region.
ഈ ലാൻഡ് ഫോംസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. കമ്പൈൻഡ് ആയിട്ടുള്ള എക്സോജനറ്റിക് ആസ് വെൽ ആസ് എൻഡോജനറ്റിക് ഫോഴ്സസിന്റെ ഭാഗമായിട്ടാണ് ലാൻഡ് ഫോംസ് ഉണ്ടായി വരുന്നത്. ഈ ലാൻഡ് ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവിടുത്തെ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, സോയിൽ ഒക്കെ തന്നെ ഒരു ലാൻഡ് ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. മാത്രമല്ല ഒരു സ്ഥലത്തിന്റെ ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഒരു ലാൻഡ് ഫോം റീജിയനും ആയിരിക്കും. Second, climatic region. A specific area in various combination of climatic elements may be recognized as a climatic region. ഒരു ഏരിയയിൽ ക്ലൈമാറ്റിക് എലമെന്റ്സിന്റെ കോമ്പിനേഷനിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആക്കി മാറ്റാം. Numerous attempts have been made to identify and classify climatic region. Based on latitudinal temperature zone, we have torrid, temperate and frigid zone. Based on temperature, rainfall and climatic effects, we have Köppen, Thorndike, Miller's climatic region. ഇനി പല രീതിയിലും ക്ലൈമാറ്റിക് റീജിയൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡൽ ടെമ്പറേച്ചർ സോൺസിനെ ബേസ് ചെയ്തിട്ട് ക്ലൈമാറ്റിക് റീജിയനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോറിഡ് റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ, ഫ്രിജിഡ് റീജിയൻ. ഇനി ടെമ്പറേച്ചർ, റെയിൻഫോൾ, മറ്റ് ക്ലൈമാറ്റിക് ഇഫക്ട്സിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കൊപ്പൻസ് ക്ലാസിഫിക്കേഷൻ, ത്രിവാർത്താസ് ക്ലാസിഫിക്കേഷൻ, തോൺവേറ്റ്സ് ക്ലാസിഫിക്കേഷൻ, മില്ലേഴ്സ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതൊക്കെ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. Although weather deals with the state of atmosphere over short duration, regions may be also recognized on the basis of weather condition. For example, air mass region. ഈ ക്ലൈമാറ്റിക് റീജിയൻ അകത്ത് തന്നെ വരുന്ന മറ്റൊന്നാണ് വെതർ റീജിയൻ എന്ന് പറയുന്നത്. അതായത് വെതർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വരുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ഷോർട്ട് ടൈം ആയിട്ട് വരുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസിനെ വച്ചും ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എയർ മാസ് റീജിയൻ. Air mass region. An air mass is a vast body of air whose physical properties are more or less uniform in a horizontal plane. എയർ മാസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ബോഡി ഓഫ് എയർ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ലോങ് ഡിസ്റ്റൻസിൽ യൂണിഫോം ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. On the basis of these characteristics, we have Arctic air mass region, polar continental air mass region, polar maritime air mass region, tropical continental air mass region, tropical maritime air mass region, equatorial air mass, and the monsoon region. The climatic regions are dynamic in nature. Climatic regions എന്ന് പറഞ്ഞാൽ വളരെ ഡൈനാമിക് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. Ecosystem as region. Ecosystem is an ecological concept defining the relationship between a set of living and non-living objects. എക്കോസിസ്റ്റത്തിനെയും ഫിസിക്കൽ റീജിയൻസിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു എക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. അത് ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് ഒബ്ജക്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്തൊരു കൺസെപ്റ്റ് ആണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. One of its clearest definitions was given by Forsberg in 1963. He states that ecosystem is a functioning, interacting system composed of one or more living organisms and their effective environment in biological, chemical and physical sense. എക്കോസിസ്റ്റത്തിനെ പറ്റി ഏറ്റവും മികച്ചൊരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ള ഫോസ്ബർഗ് ആണ്. അദ്ദേഹം പറയുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇന്ററാക്ടിങ് സിസ്റ്റമാണ്. ഈ ഇന്ററാക്ടിങ് സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ ഓർഗാനിസംസ് കാണും, അത് ജീവിക്കുന്ന എൻവയോൺമെന്റ് കാണും, അത് ജീവിക്കാൻ ഉള്ള ആ എൻവയോൺമെന്റ് തന്നെ ബയോളജിക്കൽ എൻവയോൺമെന്റും കെമിക്കൽ എൻവയോൺമെന്റും ഫിസിക്കൽ എൻവയോൺമെന്റും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് എക്കോസിസ്റ്റം. It is a concept applicable at any scale ranging from the planet Earth as an ecosystem down to the smallest patch of moss and lichen on a rock surface. ഇനി എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ കാണുന്ന പായല് അല്ലെങ്കിൽ മോസസ് അല്ലെങ്കിൽ ലിച്ചൻസിൽ തുടങ്ങി ഒരു വലിയ പ്ലാനറ്റായ എർത്തിൽ വരെ നിൽക്കുന്ന രീതിയിൽ എക്കോസിസ്റ്റം കാണപ്പെടാം. നമുക്ക് എർത്ത് എന്ന രീതിയിലും ഒരു എക്കോസിസ്റ്റം എടുക്കാം. അതല്ല ഒരു ഓഷൻ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് എന്ന രീതിയിലും എക്കോസിസ്റ്റം എടുക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു റോക്ക് മാസിൽ കാണുന്ന മോസസ് അല്ലെങ്കിൽ ലിച്ചസിനെ ബേസ് ചെയ്തും എക്കോസിസ്റ്റം ഒരു റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. The main advantage of ecosystem as a region is that it brings together in a single framework environment,
humans and biological realm, permitting an analysis of relationship between these components of area. ഇനി എക്കോസിസ്റ്റത്തിനെ ഒരു റീജിയനായിട്ട് കാണുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്രെയിം വർക്കിനകത്ത് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർ, അവിടെ ഉള്ള എൻവയോൺമെൻറ്റ്, അവിടുത്തെ മറ്റു ബയോളജിക്കൽ റിലംസ്, അതായത് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അടങ്ങുന്ന മറ്റു ബയോളജിക്കൽ റിലം എല്ലാം തമ്മിലുള്ള റിലേഷൻഷിപ്പും നമുക്ക് മറ്റു കമ്പോണൻസിൻ്റെ കാര്യങ്ങളും ഒരു സിംഗിൾ ഫ്രെയിം വർക്കിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റു കുറച്ച് ഫിസിക്കൽ റീജിയൻസിന് എക്സാമ്പിൾസ് ആണ് earthquake region, landslide region, paleographic region, ഇതുപോലെ വോൾക്കാനിക് റീജിയൻ. അങ്ങനെ ഇഷ്ടം പോലെ ക്ലാസിഫിക്കേഷൻ നമുക്ക് തന്നെ നടത്താൻ പറ്റും. Cultural region. Cultural region refers to an area over which the cultural traits of human group may be identified. Cultural region എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്. ആ ഏരിയയിൽ ഒരു ഹ്യൂമൻ ഗ്രൂപ്പിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ ട്രേറ്റ്സ് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അതൊരു കൾച്ചറൽ റീജിയൻ ആണ്. The culture and the cultural environment of human groups, that is the ethnic groups, varies from place to place. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു ഹ്യൂമൻ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു എത്നിക് ഗ്രൂപ്പിന്റെ കൾച്ചർ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ കൾച്ചറിൽ നിന്നും ഒരു കൾച്ചറൽ എൻവയോൺമെന്റിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിരിക്കും. This variation in cultural traits result in variation in human occupation and his organizational space. ഇത്തരത്തിലുള്ള കൾച്ചറൽ ട്രേറ്റ്സിലുള്ള വ്യത്യാസം അവരുടെ ലാംഗ്വേജസിൽ കാണും, ഹ്യൂമൻ ഒക്കുപ്പേഷനിൽ കാണും, അവരുടെ ബിഹേവിയറിൽ കാണും, ഡ്രസ്സിംഗ് സ്റ്റൈലിൽ കാണും, അവരുടെ സ്പേസിലുള്ള ഓർഗനൈസേഷനിൽ കാണും, അവരുടെ സെറ്റിൽമെന്റിൽ കാണും. അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. And some of the important cultural regions are population region, linguistic region, religious region, political region, economic region, natural resource region, urban region, agricultural region, industrial region, mineral region. Population region. Population and its demographic attributes constitute an important aspect of cultural landscape. പോപ്പുലേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആട്രിബ്യൂട്ട്സ്, ഇപ്പോൾ സെക്സ് റേഷ്യോ, ലിറ്ററസി, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. To delineate an area into high density and low density area is known as population region. The age and sex composition, birth, death and growth rate patterns, the literacy, occupations and pattern of migration may be also delineated. All these are known as population region. Population region examples പറയാം. ഇപ്പോൾ ഒരു റീജിയനെ ഏജ്, സെക്സ് കോമ്പോസിഷന്റെ ബേസിലോ ബർത്ത് റേറ്റിന്റെയോ ഡെത്ത് റേറ്റിന്റെയോ ഗ്രോത്ത് റേറ്റിന്റെയോ ലിറ്ററസിയുടെയോ ഒക്കുപ്പേഷന്റെയോ പാറ്റേൺ ഓഫ് മൈഗ്രേഷന്റെയോ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഒക്കെ ബേസിൽ ഡീലിനേറ്റ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ പോപ്പുലേഷൻ റീജിയൻസ് ആണ്. The delimitation of population region was emphasized by American geographer Galen Tirvato. ഇനി പോപ്പുലേഷൻ റീജിയൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തതും എംഫസൈസ് കൊടുത്തതും അമേരിക്കൻ ജോഗ്രഫറായ ഗലൻ ത്രിവാർത്തിയാണ്. If we divide India into population region, it may be stated that alluvial plains are densely populated, while mountains, desert and plateaus of the country are less populated. Similarly, the world may be divided into areas of high and low concentration of population. ഇപ്പോൾ ഇന്ത്യയെ നമ്മൾ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാണ്, ഫിസിക്കൽ പാരാമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അലൂവിയൽ പ്ലെയിൻസ് നല്ല ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അതേസമയം മൗണ്ടൻ റീജിയൻ, പ്ലേറ്റു റീജിയൻ, ഡെസേർട്ട് റീജിയൻ കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ കുറവാണെന്ന് നമുക്ക് ഡിലിനേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേൾഡിലെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പോപ്പുലേഷനും ലോ കോൺസെൻട്രേഷൻ ഓഫ് പോപ്പുലേഷനുള്ള ഏരിയാസിനെ നമുക്ക് ഡീലിമിറ്റ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് റീജിയൻ. All over the world, different social groups speak different languages. The delineation of different language areas on a map is known as language region. ലോകത്താകമാനം ഒത്തിരി സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് എല്ലാം സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജസുമാണ്. ലാംഗ്വേജിന്റെ ബേസിൽ വേൾഡിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയെ ഡീലിനേറ്റ് ചെയ്യുന്നതിനെയാണ് ലാംഗ്വേജ് റീജിയൻ എന്ന് പറയുന്നത്. Taking language as a criteria, the world may be divided into Indo-European, Indo-Iranian, Sino-Tibetan, Afro-Asiatic, Austro-Asiatic, Armenian, Negro language regions. Another example is the linguistic regions based on in India.
The Indian states have been demarcated on the basis of languages. For example, the states of Gujarat, Maharashtra, Andhra Pradesh, Karnataka, Tamil Nadu, Assam, West Bengal, Orissa, Punjab have their own regional languages. ലാംഗ്വേജിനെ ബേസ് ചെയ്ത് ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേൾഡിൽ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് യൂറോപ്യൻ എന്നും ഇറാനിയൻ എന്നും ആഫ്രോ ഏഷ്യാറ്റിക് എന്നും സിനോ ടിബറ്റനും ഒക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്. ലാംഗ്വേജിന്റെ ബേസിലാണ് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. Religious region. The world may be divided on the basis of religions. For example, regions of Christianity, Islam, Judaism, Hinduism, Buddhism, Sikhism, Jainism, and each region has its own basic tenets. വേൾഡിനെ റിലീജിയനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒരു രാജ്യത്തിന് ഇപ്പോൾ ക്രിസ്ത്യൻ രാജ്യമാണ്, അല്ലെങ്കിൽ മറ്റത് ഇസ്ലാം രാജ്യമാണെന്നൊക്കെ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂത രാഷ്ട്രമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ ഒരു രാജ്യത്ത് മറ്റു മതങ്ങളും ഉണ്ട്, എങ്കിലും മെജോറിറ്റി ആ ഒരു മതമായതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ നമ്മൾ റിലീജിയസ് റീജിയനായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓരോ റീജിയനും അതിൻ്റെതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ഡിസിപ്ലിൻസും ഉണ്ട്. Political regions. The most rigorously defined formal cultural region is the national state. ഏറ്റവും കൃത്യതയോടും ഏറ്റവും കാര്യക്ഷമതയോടും കൂടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫോർമൽ കൾച്ചറൽ റീജിയൻ ആണ് പൊളിറ്റിക്കൽ റീജിയൻ അല്ലെങ്കിൽ നാഷണൽ സ്റ്റേറ്റ്സ്. Its boundaries are carefully surveyed and in many cases are marked by fences and guard posts. ഈ ഒരു പൊളിറ്റിക്കൽ റീജിയന്റെ ബൗണ്ടറീസ് മറ്റു റീജിയൻസിനെ പോലെയൊന്നുമല്ല, നല്ല കെയർഫുൾ ആയിട്ടാണ് സർവേ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ബൗണ്ടറീസ് പ്രിസൈസ് ആയിട്ട് അറിയാൻ കരുതി അവിടെ ഫെൻസസും ഗാർഡ് പോസ്റ്റും ഒക്കെ ഉണ്ട്. There is no question of any arbitrarily divided transition zone. This rigidity of a country's boundaries, its unmistakable placement in space and wrappings, flag, anthem, army, government that are uniquely its own give to the state an appearance of permanence and immutability not common in other more fluid cultural regions. മറ്റു റീജിയനെ പോലെയൊന്നും അല്ല, ഒരു പൊളിറ്റിക്കൽ റീജിയൻ ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഒരു റിജിഡ് ആയിട്ടൊരു മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ആണ് അതിൻ്റെ ഫ്ലാഗിനെ അല്ലെങ്കിൽ ഒരു ആന്തം അല്ലെങ്കിൽ അതിൻ്റെ ആർമി അതിൻ്റെ ഗവൺമെൻറ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു പെർമനൻസി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്വിറ്ററൊക്കെ ഈ റീസെൻ്റ് ആയിട്ട് തന്നെ ഇന്ത്യയുടെ മാപ്പ് തെറ്റായിട്ട് കാണിച്ചപ്പോഴത്തേക്കും ഇന്ത്യ ഗവൺമെൻറ് ഉടനെ തന്നെ അതിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ട്വിറ്ററിനെ സമീപിച്ചിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫിക്സഡ് ആൻഡ് റിജിഡ്. അത് ആർക്കും പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിൽ അത് കോൺഫ്ലിക്റ്റിന് ഇടയാക്കും. Political boundaries are not necessarily permanent. The artificial political boundary in the form of Berlin Wall was demolished in 1990. They are subject to change, sometimes violent changes as a result of internal and external pressure. എന്നിരുന്നാൽ തന്നെ ഈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എപ്പോഴും പെർമനന്റ് ആകണമെന്നില്ല. ഉദാഹരണം പറയുന്നെങ്കിൽ 1990 ബെർലിൻ വാള് ഡിമോളിഷ് ചെയ്തു. അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു പൊളിറ്റിക്കൽ ബൗണ്ടറിയാണ്. ഈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എപ്പോൾ വേണം മാറാം. ചിലപ്പോൾ അത് വയലന്റ് ചേഞ്ചസിന്റെ ഭാഗമായിട്ടായിരിക്കും, അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വാറിന്റെ ഫലമായിട്ടും ഈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് മാറാം. Economic region. Economic regionalization is even the most frequent, familiar and useful employment of the regional method. റീജിയണൽ മെത്തേഡ് അല്ലെങ്കിൽ റീജിയനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടും ഫ്രീക്വന്റ് ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. എക്കണോമിക് റീജിയൻ ഇൻ ജോഗ്രഫി ഐഡന്റിഫൈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ് ഓവർ സ്പേസ്. ജോഗ്രഫിയിൽ എക്കണോമിക് റീജിയൻസ് പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏരിയയുടെ എക്കണോമിക് ആക്ടിവിറ്റീസും അവിടുത്തെ റിസോഴ്സസുമാണ്. The economic regions serve as a useful tool for planning and a framework for the manipulation of people, resources, economic structure of a former region. ഇനി എക്കണോമിക് റീജിയൻസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്ലാനിങ് പർപ്പസസിനും അവിടെയുള്ള ആളുകളുടെ മാനിപ്പുലേഷൻ മനസ്സിലാക്കാനും റിസോഴ്സ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം, എക്കണോമിക് സ്ട്രക്ചർ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവിടെ പ്ലാൻസും പോളിസീസും കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയാണ്. Problems like poverty, hunger, outmigration, cultural deprivation, underdevelopment, malnutrition may be systematically examined with the help of economic region. ഒരു എക്കണോമിക് റീജിയന്റെ സഹായത്തോടുകൂടെ
പോവർട്ടി, ഹങ്കർ അല്ലെങ്കിൽ കൾച്ചറൽ ഡിപ്രിവേഷൻ, ഔട്ട് മൈഗ്രേഷൻ, അണ്ടർ ഡെവലപ്മെന്റ്, മാൽന്യൂട്രീഷൻ തുടങ്ങിയ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Economic regions are generally delineated with the help of several socio-economic indicators. Economic region മനസ്സിലാക്കുന്നത് പൊതുവെ ഒത്തിരി socio-economic indicatorsനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് occupation, education, അല്ലെങ്കിൽ literacy, അല്ലെങ്കിൽ GDP ഇതൊക്കെ വച്ചിട്ടായിരിക്കും economic regionsനെ പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്. Natural resource region. The unevenly distributed resources upon which the people depend for existence are logical topics of interest in regional concern. Resource regions are mapped and their raw material qualities and quantities are discussed. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സ്വത്താണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുക്കുന്നെങ്കിൽ നമുക്ക് ഒത്തിരി നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ബോക്സൈറ്റ്, ഗോൾഡ്, സിൽവർ, കോൾ, അങ്ങനെ ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ ക്വാളിറ്റീസും ക്വാണ്ടിറ്റീസും ഒക്കെ ബേസ് ചെയ്ത് അതിന്റെ റോ മെറ്റീരിയൽസും ഒക്കെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന റീജിയൻസ് ആണ് റിസോഴ്സ് റീജിയൻ എന്ന് പറയുന്നത്. The availability of resource, the role in the development industries, tertiary sector have great planning importance. അപ്പോൾ ഇത്തരത്തിൽ നാച്ചുറൽ റിസോഴ്സ് ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ റിസോഴ്സ് ഉണ്ട്, അവിടെ എവിടെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ടെർഷ്യറി സെക്ടറിന് എവിടെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. We can delineate the world into oil region, natural gas region, coal region, iron ore region, etc. Urban region, mainly the megalopolis. Urban centers may be formal or functional region. Urban centers in the പ്രത്യേകത എന്ന് പറയുന്നത് ഫോർമൽ റീജിയനുമായിരിക്കും ഒരു പക്ഷേ ഫങ്ഷണൽ റീജിയനുമായിരിക്കും. Cities, urban centers are areas of production, exchange, administration, distribution and consumption. സിറ്റീസ് അല്ലെങ്കിൽ അർബൻ സെന്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രൊഡക്ഷന്റെയും എക്സ്ചേഞ്ചിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും കൺസംഷന്റെയും ഒക്കെ ഒരു ഏരിയ ആണ്. ആൻഡ് ദേ ഹാവ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. അർബൻ റീജിയൻസിനൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കാണും. ഉദാഹരണം പറയുന്നത് ഇപ്പോൾ കൊച്ചി എന്ന് പറയുന്ന ഒരു സിറ്റി നമ്മൾ എടുക്കുകയാണ്. ആ കൊച്ചി എന്ന് പറയുന്ന പോയിന്റ് ഭയങ്കരമായിട്ടൊരു കോറായിട്ടൊരു അർബൻ സെന്റർ ആയിരിക്കും. അതെന്ന് പറയുന്നത് കൊച്ചി സിറ്റിക്കകത്ത് വരുന്ന ഒരു ഭാഗമായിരിക്കും. ഈ കൊച്ചി സിറ്റി എന്ന് പറയുന്നത് കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയക്കകത്ത് വരുന്ന ഒരു ഭാഗമായിരിക്കും. അത്തരത്തിലുള്ള ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഒരു അർബൻ region കാണും. And internally they show complex pattern of land use and function. മാത്രമല്ല അതിനകത്ത് തന്നെ ഒത്തിരി ലാൻഡ് യൂസും ഫങ്ഷൻസ് കാണും. അഡ്മിനിസ്ട്രേഷൻ കാണും, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കാണും, അതുപോലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സോൺ കാണും, അതുപോലെ തന്നെ ബാങ്കിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ കാണും, എഡ്യൂക്കേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ കോംപ്ലക്സ് പാറ്റേൺ ഓഫ് ലാൻഡ് യൂസും ഫങ്ഷൻസും ഉണ്ട്. The northeastern seaboard of United States is the leading megalopolis in the world. വേൾഡിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മെഗാലോപോളിസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നോർത്ത് ഈസ്റ്റേൺ സീബോർഡ് ആണ്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് സ്ട്രെച്ച് ഓഫ് urban and suburban area from New Hampshire to northern Virginia and from the Atlantic coast to the foothills of Appalachian Mountain. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ന്യൂ ഹാംഷർ ടു നോർത്ത് വെർജീനിയ വരെയാണ്. അതായത് അറ്റ്ലാന്റിക് കോസ്റ്റ് മുതൽ അപ്പലാച്ചിൻ മൗണ്ടന്റെ ഫുഡ് ഹിൽസ് വരെയാണ് ഫിസിക്കലായിട്ട് പറയുന്നത് അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ റീജിയൻ, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അഗ്രികൾച്ചർ റീജിയൻ. വേൾഡിനെ തന്നെ കോൺ ബെൽറ്റ് എന്നും വീറ്റ് ബെൽറ്റ് എന്നും, അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ജൂട്ട് റീജിയൻ ആയിട്ടും വീറ്റ് റീജിയൻ ആയിട്ടും റൈസ് റീജിയൻ ആയിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Industrial region. Industrial regions are demarcated by taking into consideration the industrial parameters. Industrial parameters വച്ചിട്ട് ഒരു ഏരിയ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ റീജിയൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഹുഗ്ലി ബേസിൻ, ബോംബെ അഹമ്മദാബാദ് റീജിയൻ, മധുരൈ കോയമ്പത്തൂർ റീജിയൻ, ഡൽഹി ഇൻഡസ്ട്രിയൽ റീജിയൻ, Dansk Basin, Ukraine, Central Industrial Region, Moscow, Rhine Region, South Basin in Germany, Tokyo Region, Yokohama Region in Japan, Birmingham and London Industrial Region, UK. Mental regions or mental map. Mental region is a distorted egocentric image of a place. മെന്റൽ റീജിയൻ അല്ലെങ്കിൽ മെന്റൽ മാപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലമായിരിക്കണം എന്നില്ല. കൾച്ചറൽ പ്ലേസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു റീജിയൻ തന്നെയാണെങ്കിലും മനുഷ്യന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്റ്റോർട്ടഡ് ഈഗോസെൻട്രിക് ഇമേജ് ആണ് മെന്റൽ റീജിയൻ അല്ലെങ്കിൽ മെന്റൽ മാപ്പ് എന്ന് പറയുന്നത്. The images which constitute the mental map held by men blend into the overall image about the space around him. This image or mental map differs from person to person.
ഇത്തരത്തിൽ ഓരോ മനുഷ്യനും ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മാപ്പ് എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് വാല്യൂസിന് അനുസരിച്ചായിരിക്കും. അത് അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിൽ അത് ബ്ലെൻഡ് ചെയ്തും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് അല്ലെങ്കിൽ മെന്റൽ മാപ്പ് എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സന്റെ ഇമേജിൽ നിന്നും എൻറ്റയർ ആയിട്ട് ഡിഫറെന്റ് ആണ്. അതിന് ഉദാഹരണത്തിന് 2 പ്രിമിറ്റീവ് സൊസൈറ്റീസ് എടുക്കാം. ഒന്ന് നാഗാസ്, രണ്ടാമത്തത് ഖാസീസ്. നാഗാസ് റിമോട്ട് വില്ലേജസിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും അവർക്ക് ലീനിയർ ഡിസ്റ്റൻസ് ആയ മൈൽസോ കിലോമീറ്റർ സ്കെയിലോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അവർ അവരുടെ ബൗണ്ടറി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അവരുടെ സ്മോക്കിംഗ് പൈപ്സ് ആണ്. അതേസമയം ഖാസീസ് അവർ അവരുടെ ടെറിട്ടറി ഡിമാർക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അമ്മമാരുടെ സ്വത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അവരൊരു മാട്രിലിനിയർ സൊസൈറ്റിയാണ്. അപ്പോൾ അവരുടെ അമ്മമാരുടെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറി വെച്ചിട്ടാണ് അവർ അവരുടെ ബൗണ്ടറി ടെറിട്ടറി ഡിമാർക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ട്രൈബ്സ് 2 രീതിയിൽ അവരുടെ ഒരു ഏരിയ ഡിമാർക്കേറ്റ് ചെയ്യുന്നു. അവരുടെ ഒരു മെന്റൽ ആയിട്ടുള്ള ഇമേജ് വെച്ചിട്ട് അവർ ഡിമാർക്കേറ്റ് ചെയ്യുന്നു. The perception of space differs from rural to urban area and from developed to developing countries. ഇത്തരത്തിൽ ഒരു സ്പേസിനെ പെർസെപ്റ്റ് ചെയ്യുന്നത് റൂറൽ ഏരിയയിൽ വ്യത്യാസമാണ്, അർബൻ ഏരിയയിൽ മറ്റൊരു രീതിയിലാണ്, ഡെവലപ്ഡ് നേഷൻസിൽ വേറൊരു രീതിയിലാണ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ വേറൊരു രീതിയിലാണ്. ഇത്തരത്തിലുള്ള റീജൻസിനാണ് മെന്റൽ റീജൻസ് അല്ലെങ്കിൽ മെന്റൽ മാപ്പ് എന്ന് പറയുന്നത്. And other cultural regions include tourism region, historical region, military region, planning region, etc. കോമ്പിനേഷൻ റീജിയൻ അതായത് ഫിസിക്കൽ ആയിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് സിമിലർ ആയിട്ട് വരുന്ന മിക്സഡ് ആയിട്ടുള്ള റീജിയൻസ്. എക്സാമ്പിൾ ടുൻഡ്ര, ടൈഗ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, അഗ്രോ എക്കോളജിക്കൽ റീജിയൻസ്, അഗ്രോ ക്ലൈമാറ്റിക് റീജിയൻസ്, എക്സെട്ര.